വെൽക്കം ലൈഫ്സ്റ്റൈൽ മലയാളം. സോ 500 റുപ്പീസിനുള്ളിൽ വാങ്ങിക്കാൻ പറ്റിയ നല്ല പെർഫ്യൂംസ്. ഒരുപാട് പേര് എന്റെ ചോദിക്കാറുണ്ട്, നിങ്ങൾ 500 റുപ്പീസിനുള്ളിൽ വാങ്ങിക്കാൻ പറ്റിയ പെർഫ്യൂംസിന്റെ വീഡിയോ ചെയ്തിട്ട് കുറെ നാളായല്ലോ, ഒരു ടോപ്പ് 5 അതല്ലെങ്കിൽ പുതിയതായിട്ട് വന്നതിൽ ഏതാണ് നല്ലത് എന്നുള്ളതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുമോ എന്നുള്ളത്. സോ ആക്ച്വലി നമ്മൾ ആ വീഡിയോ ചെയ്തിട്ട് കുറെ നാളായി, ഒന്നിൽ കൂടുതൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സോ മോസ്റ്റ് ഓഫ് ദി വീഡിയോസ് ചെയ്യുമ്പോഴും ഞാൻ കുറച്ചധികം പെർഫ്യൂംസ് കാണിക്കാറുണ്ട്, എന്നിട്ട് അതിൽ നിന്നാണ് ചൂസ് ചെയ്യാറുള്ളത്. ഇത് ഇന്നത് ഇത്രയും നാളും ഇപ്പൊ അതായത് ഈ അടുത്ത് വാങ്ങിച്ച കൂട്ടത്തിൽ ഇന്നതാണ് നല്ലത് എന്നുള്ളത്. സോ കഴിഞ്ഞ ഐ തിങ്ക് ഒരു 1.5 ഇയേഴ്സിന്റെ മേലെയായി ആ വീഡിയോ ചെയ്തിട്ട്. സോ അതിന്റെ ശേഷം വാങ്ങിച്ച കുറെ പെർഫ്യൂംസ് ആണ് ഇവിടെ ഉള്ളത്. ഇതിലും അധികം പെർഫ്യൂംസ് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് കയ്യിൽ കിട്ടിയ കുറച്ചാണ്. ഐ തിങ്ക് അറൌണ്ട് ഒരു 50 to 60 പെർഫ്യൂംസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. സോ ഈ കൂട്ടത്തിൽ ചിലത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് എന്തുകൊണ്ടാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തതെന്നുള്ളത് അതും ഞാൻ വീഡിയോയിൽ പറയാം. സോ മേ ബി ഒരു ഇത്തിരി ലെങ്തിയർ ആയിരിക്കും വീഡിയോ. അപ്പൊ എന്തായാലും ഇതില് ജെൻസിന്റെ പെർഫ്യൂംസ് ഉണ്ട്, ലേഡീസ് പെർഫ്യൂംസ് ഉണ്ട്, യൂണിസെക്സ് പെർഫ്യൂംസ് ഉണ്ട്. എല്ലാം തന്നെ എനിക്ക് എന്റെ ഒരു എക്സ്പീരിയൻസിൽ നല്ലതാണോ, അല്ലെ ആ പ്രൈസിനുള്ള വർത്ത് ഉണ്ടോ, അല്ലെങ്കിൽ എന്താ പറയാ അതിനുള്ള ഒരു ക്വാളിറ്റി പെർഫ്യൂംസ് തരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഞാൻ ഇതിലെ എല്ലാ പെർഫ്യൂംസിനെയും പരിചയപ്പെടുത്തുന്നുണ്ട്. സോ അതുകൊണ്ട് എന്താ പറയുക, നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെ ഉണ്ട്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് അറിയാനുള്ള ഒരു ചാൻസും കൂടിയാണ്. സോ ഞാൻ ജസ്റ്റ് ഇവിടുന്ന് ഈ ഒരു സൈഡിൽ നിന്നാണ് തുടങ്ങിയിട്ടോ. സോ ഫസ്റ്റ് വൺ പാർക്ക് അവന്യൂ വോയേജ് ആണ്. ഇതിനൊരു 100 ചേഞ്ച് പ്രൈസ് വരുന്നുള്ളൂ. ഇതൊരു ഡിയോഡറന്റ് പോലെ കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു പെർഫ്യൂമാണ്. ഇതൊരു കൊളോൺ ആണ് ആക്ച്വലി. ഇതിനൊക്കെ റിവ്യൂ ഞാൻ പിന്നീട് ചെയ്യാം കേട്ടോ. ഇതാണ് പാർക്ക് അവന്യൂ വോയേജ്. സോ ഞാൻ എന്തായാലും സ്പീഡിൽ ഓടിച്ചിട്ടാവും പറഞ്ഞു പോകുന്നുണ്ടാവുക. പാർക്ക് അവന്യൂ വോയേജ് എന്റെ എക്സ്പീരിയൻസിൽ എനിക്ക് നല്ലതായിട്ട് തോന്നാത്ത ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ ഡിയോ സവാഷ് പോലത്തെ ഫ്രാഗ്രൻസ് ആണ് കിട്ടുന്നത്. ബട്ട് ഈവൻ തോ അതിന് അത്രയും കുറഞ്ഞ പ്രൈസ് ഉള്ളെങ്കിലും അതിന്റെ പെർഫോമൻസ് വളരെ വീക്കറാണ്. എനിക്ക് ഒട്ടും നല്ലതായിട്ട് തോന്നാത്ത ഒരു പ്രൊഡക്റ്റ് ആണ് പാർക്ക് അവന്യൂ വോയേജ്. സോ ആദ്യ പ്രൊഡക്റ്റിന് ഇഷ്ടമില്ലാത്ത പ്രൊഡക്റ്റ് ആണ് പറഞ്ഞു പോയത്. സോ നെക്സ്റ്റ് വൺ ഇസ് വൈറ്റ് സ്റ്റോൺ കോൾഡ് ബ്ലാങ്ക് ആണ്. ഇത് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്ത് പോയതാണ്. ഇസമിയാക്കിന്റെ ഫ്രാഗ്രൻസ്, ഇസമിയാക്ക് ലിയോഡിസി മെന്നിന്റെ ഫ്രാഗ്രൻസ് വരുന്നത് എന്ന് പറഞ്ഞിട്ട്. ഇത് ഫ്രാഗ്രൻസ് ക്വാളിറ്റി ഈസ് ഗുഡ് ബട്ട് പെർഫോമൻസ് വൈസ് ദിസ് ഈസ് നോട്ട് ഗുഡ്. അപ്പോ അതൊരു ആവറേജ് എന്ന് പറയാൻ പറ്റിയതാണ്. നെക്സ്റ്റ് വൺ ദ മാൻ കമ്പനി ഓംബ്രെ. ഇത് എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത ഒരു പ്രൊഡക്റ്റ് ആണ്. സോ അതിനെ കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല. നെക്സ്റ്റ് വൺ CFS പ്യോർ ഹേർട്ട് ആണ്. ഇതും ചെറിയ പ്രൈസിന് കിട്ടിയതാണ്. ഇതും എനിക്ക് അത്ര ഇഷ്ടപ്പെടാത്ത ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതൊന്നും ഞാൻ അങ്ങനെ തുറന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഇതാണ് സാധനം. ഒരു ആവറേജ് പ്രൊഡക്റ്റ് എന്ന് പറയാൻ പറ്റിയതാണ്. ബട്ട് ചെറിയ പ്രൈസിന് ഇവർ ഇതിൻ്റെ ഉള്ളിൽ ഒരു ടെസ്റ്ററൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറയാ, ആ ചെറിയ പ്രൈസിന് ഇത് ഓക്കെയാണ്. ബട്ട് നമ്മൾ ഇവിടെ ഒരു 500 റുപ്പീസിനുള്ളിൽ നമുക്ക് വേറെയും നല്ല ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് ഞാൻ അതിനെ മാറ്റി വെച്ചത് മാത്രം. സോ നെക്സ്റ്റ് വൺ ദ മാൻ കമ്പനി അമോർ എന്ന പെർഫ്യൂം ആണ്. ഈ അമോർ എന്നുള്ളത് എനിക്ക് നല്ലതായിട്ട് തോന്നിയ ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതാണ് അമോർ. പിന്നെ ഇത് ഞാൻ സ്മിറ്റ് എന്ന് വാങ്ങിച്ചതായിരുന്നു. ആസ് യൂഷ്വൽ എപ്പോഴും പണി തരാറുള്ള പോലെ തന്നെ ഇതും പണി വന്നിട്ടുണ്ട്. ഇത് പെർഫ്യൂം ഇത്ര ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ അവരോട് ചോദിച്ചു എന്താ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു വേണ്ടത്ര എവിഡൻസ് ഇല്ലാത്തതുകൊണ്ട് റീഫണ്ട് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞ് അവർ ഒഴിവാക്കിയതാണ്. സോ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇത് ഫ്രാഗ്രൻസ് നല്ലതാണ്. ഇത് നമ്മുടെ വൈറ്റ് സ്റ്റോൺ അൾട്രാ സെൻഷ്വൽ പെർഫ്യൂമിന്റെ ആ ഒരു ഫ്രാഗ്രൻസ് ആണ്. അതായത് ZX ഒക്കെ ഉണ്ടല്ലോ, റാംസൺസ് ZX, അങ്ങനത്തെ ആ ഒരു വൈബാണ് ഇതിൽ കിട്ടുന്നത്. നമുക്ക് എവിടേക്കോ ഒരുപാട് കോമൺ ആയിട്ട് നമ്മുടെ ഒരു ഇന്ത്യൻ വൈബ് തരുന്ന ഒരു പെർഫ്യൂം ആയിട്ടാണ് എനിക്ക് ഇത് തോന്നിയത്. ചെറുതായിട്ട് എവിടേക്കോ ഡ്രക്കർ നോവ പെർഫ്യൂമിന്റെ ഒരു ബന്ധം തോന്നുന്നുണ്ട്. സോ അത് ഈ ഒരു പ്രൈസിന് ഇത് ഈവൻ ദോ പ്രൈസ് 1299 ആണെങ്കിലും ഇത് 250 300 കിട്ടും. അതിന് ഇത് വർത്ത് ആണ്. സോ ദിസ് വൺ ഈസ് ഗുഡ്, ദിസ് അമോർ ഈസ് ഗുഡ്. ഓക്കെ. സോ നെക്സ്റ്റ് വൺ ഇത് മൈ പെർഫ്യൂംസിന്റെ ലംസത്ത് ഹരിയർ. അതിന്റെ ഓയിലാണ്. ഇത് നിങ്ങൾക്ക് 500 ഉള്ളിൽ വാങ്ങിക്കാൻ പറ്റിയതാണ്. ഇത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടതാണ്. അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ്. ഇത് ഇങ്ങനെ 12 ml ഒരു ഓയിലാണ്. സോ ഒരു 500 ഉള്ളിൽ നിങ്ങൾ നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഓയിൽ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ് ലംസത്ത് ഹരിയർ. ഇത് യൂണിസെക്സും കൂടിയാണ്. ഓൾ ഒക്കേഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റിയതാണ്. സോ നെക്സ്റ്റ് ഇതേപോലെ എനിക്ക് പറയാൻ പറ്റിയതാണ് ചാർലി. ഇത് ഞാൻ ഓൾറെഡി പല വീഡിയോസിലും കാണിച്ചതാണ്. പലർക്കും ഇതിന്റെ ഈ ഒരു ചെറുതായിട്ടോ അത് 500 50 ml. അപ്പൊ ഇത് എവിടെന്നാ കിട്ടുക എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇത് ആമസോണിൽ കാണാറുണ്ട് ഇടയ്ക്ക്. ഇത് ഒറിജിനൽ പ്രൊഡക്റ്റ് തന്നെയാണ് ആമസോണിൽ വരുന്നത്. പിന്നെ റെവ്ലോൺ ഇന്ത്യന്റെ വെബ്സൈറ്റിൽ ഇപ്പോൾ അവരുടെ പെർഫ്യൂംസും വരുന്നുണ്ട്. നേരത്തെ കോസ്മെറ്റിക്സ് എങ്ങനെ കണ്ടിരുന്നത്. സോ പെർഫ്യൂംസും ഇപ്പോഴുണ്ട്. സോ നിങ്ങൾക്ക് അവിടെ നോക്കാൻ പറ്റും. ഇത് ചെറിയ പ്രൈസിന് വളരെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. യൂണിസെക്സ് ആണ്. സോ ട്രൈ ചെയ്ത് നോക്കുക. ഇത് 500 റുപ്പീസിനുള്ളിൽ വാങ്ങിക്കാൻ പറ്റിയ നല്ലൊരു പെർഫ്യൂമാണ്.
സോ നെക്സ്റ്റ് വൺ ഈസ് വൈൽഡ് സ്റ്റോൺ കോഡ് ഗോൾഡ് ആണ്. ഇത് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്ത് പോയതാണ്. മൈൻഡ് ബ്ലോയിങ് ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് ആണിത്, കോഡ് ഗോൾഡ് എന്നുള്ളത്. ഇത് പെർഫോമൻസ് പ്രതീക്ഷിക്കരുത്, ബട്ട് ഫ്രാഗ്രൻസ് വൈസ് ഇറ്റ്സ് ഔട്ട്സ്റ്റാൻഡിങ്. സോ നിങ്ങൾക്ക് ഒരു 500 rupeesനുള്ളിൽ നല്ലൊരു ഫ്രാഗ്രൻസ് നോക്കുന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയതാണ് ഇത് ഗോൾഡ്. ബട്ട് പെർഫോമൻസ് ഒട്ടുമില്ല. അപ്പൊ അതുകൊണ്ട് പെർഫോമൻസ് നോക്കിയിട്ട് അത് വാങ്ങിക്കരുത്. നെക്സ്റ്റ് വൺ ഈസ് മൈ പെർഫ്യൂംസിന്റെ അൽഫാരിസ് ആണ്. ഇത് പറഞ്ഞ പോലെ തന്നെ ഓയിലാണ്. ഇതൊരു ഇത്തിരി സ്ട്രോങ്ങർ സൈഡിൽ നിൽക്കുന്ന ഒരു ഓയിലാണ്. സോ പെർഫോമൻസും നല്ലോണം ഉണ്ട്. സോ നിങ്ങളൊരു കുറച്ചൊരു സ്ട്രോങ്ങർ ആയിട്ടുള്ള ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം ഓയിൽ നോക്കുന്നുണ്ടെങ്കിൽ 500 rupeesനുള്ളിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയതാണ്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഞാൻ വേറെ ചെയ്യാം. സോ ഇത് ഞാൻ ഓൾറെഡി പല വീഡിയോസിലും പറഞ്ഞു പോയ ഒരു പ്രൊഡക്റ്റും കൂടിയാണ്. ചെറുതായിട്ടൊരു അജ്മൽ ഓറത്തിന്റെ ഒരു ടച്ച് വരുന്നുണ്ട്. പിന്നെ അതിനേക്കാൾ കൂടുതൽ കുറച്ച് പച്ചോളി ഫ്രാഗ്രൻസും ഇതിൽ വരുന്നുണ്ട്. സോ നെക്സ്റ്റ് വൺ ഈസ് ദ മാൻ കമ്പനി പ്രോബസ്. ഇതും ഞാൻ അങ്ങനെ അങ്ങോട്ട് പരിചയപ്പെടുത്തി പോകുന്നില്ല. എനിക്ക് വലിയ ഇഷ്ടപ്പെടാത്ത ഒരു സാധനമാണിത്. ഈ ഒരു പ്രൈസിന് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് നമ്മുടെ കൂൾ വാട്ടറിന്റെ ഫ്രാഗ്രൻസ് ആണ്. ബട്ട് പെർഫോമൻസ് വൈസ് നല്ലതല്ല. നമുക്ക് അല്ലാതെ തന്നെ നല്ല ഓപ്ഷൻസ് കിട്ടുന്നുണ്ട് ഈ ഒരു ചെറിയ പ്രൈസിൽ. ഇതും ഇവർ വലിയ പ്രൈസ് ഒക്കെ വിട്ടിട്ടുണ്ട്, 599 ആണ്. ബട്ട് അതിനുള്ളത് ഇല്ല. ഓക്കെ, ബട്ട് നമുക്ക് 250 കിട്ടും, എന്നാലും വാങ്ങിക്കരുത്. ഇനി നെക്സ്റ്റ് വൺ സിസിയോ ആണ്. സിസിയോ ഇതിപ്പോ എങ്ങനെയാണ് നിൽക്കുന്നത് പെർഫ്യൂം. ഇതാണ് സിസിയോന്റെ പെർഫ്യൂംസ്. സിസിയോന്റെ ഈ 2 പെർഫ്യൂംസും എനിക്ക് ആക്ച്വലി നല്ലതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. 500 rupeesനുള്ളിൽ ഞാൻ ഈ അടുത്ത കാലത്ത് വാങ്ങിയ പെർഫ്യൂംസിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡാണ് ഈ സിസിയോ എന്നുള്ളത്. പെർഫോമൻസ് ഒന്നും ഭയങ്കര അധികമല്ല, ബട്ട് ഫ്രാഗ്രൻസിന് നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതില് ഒരെണ്ണം ഇൻവിക്ടസിന്റെ ഫ്രാഗ്രൻസും ഒരെണ്ണം ചെറുതായിട്ട് നമ്മുടെ പെർഫ്യൂം സ്റ്റീമാറിലെയും ഏതായിരുന്നു പെഗാസസിന്റെ ഒരു ഫ്രാഗ്രൻസും ആണ് ഇതിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഫ്രാഗ്രൻസ് വൈസ് ഇത് രണ്ടും നല്ലത് തന്നെയാണ്. സോ ട്രൈ ചെയ്ത് നോക്കുക. ഇത് ചെറിയ പ്രൈസിന് എനിക്ക് നല്ലതായിട്ട് തോന്നിയ ഒരു ബ്രാൻഡാണ് സിസിയോ. ഓക്കെ, സോ നെക്സ്റ്റ് ഇനി 3 ഒന്ന് ഇത് ഉസ്ത്രയാണ്. ഉസ്ത്ര ടാറ്റു, അംബുനേഷൻ, പിന്നെ ആഫ്റ്റർ ഡാർക്ക്. ഇതില് എന്താ പറയാ, ആഫ്റ്റർ ഡാർക്ക് നല്ലതാണ്. ബട്ട് അതൊന്നും നമുക്ക് ഈ ചെറുതെ 100 rupeesന്റെ ഈ ചെറുതെ നമുക്ക് 500 rupeesനോട് കിട്ടുള്ളൂ. ബാക്കിയെല്ലാം അതിന് മേലെ പ്രൈസ് വരുന്നതാണ്. സോ അതുകൊണ്ട് ഈ ചെറുത് വാങ്ങുന്നതിൽ പ്രത്യേകിച്ച് ലോജിക്കൊന്നുമില്ല. നെക്സ്റ്റ് വൺ ഡെൻവർ കാലിബർ ആണ്. ഇത് നല്ല പെർഫ്യൂമാണ്. ഇത് ഞാൻ പെർഫ്യൂം കാണില്ല. ഇതാണ് പ്രൊഡക്റ്റ്. സോ ഇതിന്റെ ഫ്രാഗ്രൻസ് പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ ഇറോസ് പെർഫ്യൂമിന്റെ ഒരു ഇൻസ്പയർഡ് വേർഷൻ ആണ്. ഭയങ്കര പെർഫോമൻസ് ഒന്നും പറയാനില്ല, ബട്ട് ഫ്രാഗ്രൻസ് ക്വാളിറ്റി ഈസ് ഗുഡ്. നല്ല ഫ്രാഗ്രൻസ് ആണ്. നല്ല ഒരു പ്ലീസിംഗ് ആയിട്ടുള്ള ഇറോസിന്റെ ഒരു ഇൻസ്പയർഡ് വേർഷൻ ആണ് ഇത്. സോ അത് എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളതാണ്. ചെറിയ പ്രൈസിന് 100 ml നോക്കുന്നവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയതാണ്. നെക്സ്റ്റ് എൻഗേജിന്റെ ഫാന്റസിയ, എൻഗേജ് വെറോണ. ഇത് രണ്ടും ഞാൻ വീഡിയോ ചെയ്തു പോയതാണ്. ഞാനും എന്റെ മോളും കൂടി വീഡിയോ ചെയ്ത് പെർഫ്യൂംസ് ആണ്. ഇത് സിംഗിൾ ആയിട്ട് വേറെ വീഡിയോ ചെയ്യാം എന്ന് പറഞ്ഞു. ഇത് രണ്ടും ഫ്രാഗ്രൻസ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്, ബട്ട് തീരെ ലാസ്റ്റ് ചെയ്യില്ല. സോ അതുകൊണ്ട് നമുക്ക് അതിനെ മാറ്റി നിർത്താം. ഈവൻ ദോ പ്രൈസ് കുറവാണെങ്കിലും കൂടിയിട്ട് പെർഫോമൻസ് ഒട്ടുമില്ല. സോ നെക്സ്റ്റ് വൺ സ്കാർലറ്റ് ആണ്. വനേസ സ്കാർലറ്റ്. ഇത് നല്ല അടിപൊളി ബോട്ടിലും നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്. ഇതാണ് സാധനം. ഇതൊരു യൂണിസെക്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. നല്ലൊരു സ്വീറ്റ് ഫ്രാഗ്രൻസ് ആണ് ഇതിൽ വരുന്നത്. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ഞാൻ വേറെ ചെയ്യാം. ലവിയബിൾ പെർഫ്യൂമിന്റെ ഒക്കെ ആയിട്ട് നമുക്ക് ബന്ധം തോന്നുന്നത്. സോ വളരെ പ്ലീസിംഗ് ആണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്, ചെറിയ പ്രൈസേ വരുന്നുള്ളൂ. വനേസ നമ്മുടെ ഈവൻ ഈ ഡെൻവറിന്റെ കമ്പനീൻ്റെയാണിത്. അവർ നമ്മളെ മിക്ക സമയത്തും നിരാശപ്പെടുത്താറില്ല. സ്കാർലറ്റ് യൂണിസെക്സ് ആണ്, വളരെ പ്ലീസിംഗ് ആണ്. ഇത് 500 rupeesനുള്ളിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് പ്ലം ബോഡി ലെവൽ സ്റ്റാറി ലൈറ്റ്സ്. ഇത് ഇങ്ങനെയാണ് ഈ പെർഫ്യൂം വരുന്നത്. ഇതും ഞാൻ വീഡിയോ ചെയ്തു പോയതാണ്. ഇത് ഇവര് ലക്ഷറി എഡിഷൻ ഒക്കെ ആയിട്ട് കൊണ്ടുവന്നതാണ്. ബട്ട് ഇത് ആ ലക്ഷറി എഡിഷൻ എന്ന പേരിലും ഈ ഒരു അപ്പിയറൻസിൽ മാത്രമേ ഉള്ളൂ. ഫ്രാഗ്രൻസിൽ പ്രത്യേകിച്ച് ലക്ഷറി ഒന്നും തോന്നുന്നില്ല. സോ അതുകൊണ്ട് അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. പിന്നെ ലാൻഡ്മാർക്ക് ഗ്രൂപ്പിന്റെ മാക്സിന്റെ പെർഫ്യൂംസ് ആണത്. പിന്നെ ഇത് 3 ഞാൻ വീഡിയോ ചെയ്തു പോയതാണ്. സിംഗിൾ ആയിട്ടുള്ള വീഡിയോസ് വേറെ ചെയ്യാം. ഇത് 499 ഈ 3 കിട്ടിയതാണ്. എന്റെ ഒപ്പീനിയനിൽ വെറുതെ ഇതിൽ ക്യാഷ് കളയണ്ട, അത്ര നല്ലതായിട്ട് തോന്നിയിട്ടില്ല. ഇനി നെക്സ്റ്റ് വൺ പ്ലം ഹവായിയൻ റുംബ. ഇത് 500 rupeesനുള്ളിൽ വാങ്ങിക്കാൻ പറ്റിയ
നല്ലൊരു പെർഫ്യൂമാണ് ഈ ഹവായിയൻ റുംബ എന്നുള്ളത്. നല്ല ഫ്രാഗ്രൻസ് ആണ്, വളരെ പ്ലീസിംഗ് ആണ്, യൂണിസെക്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ, ഭയങ്കര പെർഫോമൻസ് ഒന്നും ഇല്ലെങ്കിലും ബട്ട് ഫ്രാഗ്രൻസിൽ എന്തോ ഒരു യുണീക്നെസ് ഈ ഒരു സാധനത്തിൽ നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, സോ അത് 500 റുപ്പീസിനുള്ളിൽ വാങ്ങിക്കാൻ പറ്റിയ നല്ല പ്രൊഡക്റ്റ് ആണ്. നെക്സ്റ്റ് വൺ വൈൽഡ് സ്റ്റോൺ കോഡ് പ്ലാറ്റിനം. ഈ ഗോൾഡ് പറഞ്ഞ പോലെ തന്നെ വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്രാഗ്രൻസ് ആണ് ഈ പ്ലാറ്റിനം വരുന്നത്. ബോട്ടിലിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ, വെരി പ്ലീസിങ്, മൈൻഡ് ബ്ലോയിങ് ഫ്രാഗ്രൻസ്. ബട്ട് പെർഫോമൻസ് പ്രതീക്ഷിക്കുക. നിങ്ങൾക്ക് നല്ല ഫ്രാഗ്രൻസ് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അതിന് അത് ഓക്കെയാണ്. എല്ലാം നമുക്ക് നെഗറ്റീവ് കാണാൻ പറ്റില്ലല്ലോ. നെക്സ്റ്റ് വൺ ഈസ് വനേസ ക്യാപ്പർ. ഇതും അടിപൊളിയാണ്. ഇത് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, ഒരു മൊബൈൽ ഫോൺ, സോണിന്റെ മൊബൈൽ ഫോണൊക്കെ പിടിക്കുന്ന പോലത്തെ ഫീൽ ചെയ്ത്, സ്ലിം ആണ് ഇങ്ങനെ ഒരു. ഇത് നമ്മുടെ ഗുഡ് ഗേൾ പെർഫ്യൂമിന്റെ ഒരു ഇൻസ്പയർഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. വളരെ പ്ലീസിംഗ് ആണ്, വളരെ ലോങ് ലാസ്റ്റിംഗ് ആണ്, ചെറിയ പ്രൈസ് വരുന്നത്. സോ യൂണിസെക്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ട്രൈ ചെയ്ത് നോക്കാം. പുറത്ത് മഴ പെയ്യുന്നുണ്ട്, ഞാൻ എപ്പോൾ വീഡിയോ ചെയ്താലും ഒരു മഴയുടെ സൗണ്ട് അതിലുള്ളിലുണ്ടാവും. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് സ്നോ വൈറ്റ്. ഇത് മിനിസോൻ്റെതാണ്. ഇതും ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലീസിംഗ് ആയിട്ടുള്ള ഒരു ഫ്രഷ്നെസ് നൽകുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ്. ഇത് നമ്മുടെ ഗർലാന്റെ പെർഫ്യൂമിന്റെ ഇൻസ്പയർഡ് ആണ്. നമ്മുടെ 4711 കൊളോണിൽ നിന്ന് ഗർലാൻ ഇൻസ്പയർ ചെയ്ത ഒരു പെർഫ്യൂം ഉണ്ടല്ലോ, അതിന്റെ ഒരു ഇൻസ്പയർഡ് ആണ് ഈ സാധനം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോട്ടിലുണ്ട്. സോ നല്ല ഫ്രാഗ്രൻസ് ആണ്, ചെറിയ പ്രൈസിന് ലോങ് ലാസ്റ്റിംഗ് ഒരു ടു സം എക്സ്റ്റെന്റ് ദിസ് വൺ ഈസ് പെർഫോമിംഗ് ഗുഡ്. ഓക്കെ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല, ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് ഗുഡ്. ചെറിയ പ്രൈസേ വരുന്നുള്ളൂ, 360 റുപ്പീസ് പ്രൈസ് വരുന്നുള്ളൂ. സോ ആ ഒരു പ്രൈസിന് അത് വർത്താണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ബെല്ലാവിറ്റ ഹണി ഊദ് ആണ്. ഇതും യൂണിസെക്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഫ്രാഗ്രൻസ് ആണ്. ലോങ് ലാസ്റ്റിംഗ് ആണ്. എനിക്ക് കിട്ടിയത് ലോങ് ലാസ്റ്റിംഗ് ആയിരുന്നു. ചിലർ ഇതിന്റെ 100 ml വാങ്ങിയിട്ട് ലാസ്റ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും ചെറുത് വാങ്ങിച്ചു നോക്കിയോളൂ. ചെറുതിന് 200 ചേഞ്ച് ഒക്കെ പ്രൈസ് വരുന്നുള്ളൂ. ഇത് JPG സ്കാൻഡലിന്റെ ഇൻസ്പയർഡ് ആണ്. അതിലേക്ക് ഒരു ഇത്തിരി ഊത് ആഡ് ചെയ്തുള്ളൂ. സോ ഇത് ചെറിയ പ്രൈസിന് കൺസിഡർ ചെയ്യാൻ പറ്റിയ നല്ലൊരു പെർഫ്യൂമാണ്. ഇനി ഇവിടെ 5 പെർഫ്യൂംസ് ഇരിക്കുന്നുണ്ട്. ഞാൻ ഓടിച്ചിട്ട് പറയാം. സോ ഇതോടെ ദിസ് വൺ ഈസ് വൈൽഡ് സ്റ്റോൺ കോഡ് ടെറ. ഇത് നമ്മുടെ ടെറിഡി എർമസിന്റെ ഇൻസ്പയർഡ് ആണ്. ഇത് ആക്ച്വലി 500 റുപ്പീസിനുള്ളിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയ നല്ലൊരു പെർഫ്യൂമാണ്. ടെറിഡി എർമസിന്റെ അത്യാവശ്യം തിരക്കടില്ലാത്ത ഒരു ഇൻസ്പയർഡ് വേർഷൻ ആണ് ഈ ടെറ. എക്വ ഒരു ഡീസന്റ്, വലിയ നല്ലത് പറയാനില്ല, കാരണം ബ്ലൂ ഡിഷനയിലായിട്ട് അത്ര വലിയ ഒരു സിമിലാരിറ്റി ഒന്നും ഇതിലില്ല. എവിടെയൊക്കെയോ കുറച്ചൊരു ഓയിലൊക്കെ ആഡ് ചെയ്ത പോലെ, നമ്മൾ ഈ വെളിച്ചമൊക്കെ സ്മെല് ചെയ്യുന്ന പോലെ എനിക്ക് ഇതിന് ഫീൽ ചെയ്തത്. സോ ഇത് ഫ്രീഡിന്റെ ഈ ഒരു സാധനം എനിക്ക് എന്തായാലും ഇതിന്റെ പേര് സ്മോക്കിംഗ് ഹോട്ട്. ഇത് ഞാൻ വീഡിയോയിൽ മുമ്പ് വീഡിയോ ചെയ്ത് പോയതാണ്. ഇത് ഫ്രാഗ്രൻസ് നല്ലതാണ്, പെർഫോമൻസ് അത്ര അധികം ഇല്ല. സോ ദിസ് വൺ ക്വീൻ എനർജി ഫ്രീഡിന്റെ. ഇത് നമ്മുടെ YSL ബ്ലാക്ക് ഓപ്പിയത്തിന് ഇൻസ്പയർഡ് ആണ്. സോ ഇത് ഞാൻ പറയാൻ പറ്റുമോ, ഇതിന് YSLന്റെ ഇത് YSL ബ്ലാക്ക് ഓപ്പിയത്തിന് ഇൻസ്പയർഡ് ആണ്. ബ്ലാക്ക് ഓപ്പിയത്തിന് ഇത്രയും വീക്കർ ആയിട്ടുള്ള ഒരു ഇൻസ്പയർഡ് വേർഷൻ ഞാൻ വേറെ കണ്ടിട്ടില്ല. സോ ഇതിനേക്കാളും നല്ല ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് ഇത് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഇല്ല എന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്തോളൂ. ഇത് വിസ്കി സ്മോക്ക് സിംഗിൾ മാൾട്ട്. ഞാൻ ഒരു കാര്യം പറയാൻ പറ്റോ, ഈ അടുത്തിടെ വാങ്ങിയ ഒരുപാട് പെർഫ്യൂംസിന് ഇതേപോലെ ലിക്കറിന്റെ പേര് കൊടുക്കുന്നുണ്ട്. എനിക്ക് അറിഞ്ഞൂടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലിക്കറിന്റെ നെയിം. ഇപ്പൊ കഴിഞ്ഞ ഈയിടെ വാങ്ങിയ കുറച്ച് പെർഫ്യൂംസ് ഉണ്ട്, മൊത്തം ലിക്കറിന്റെ പേരുകളാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത് എന്നുള്ളത് ഐ ഡോണ്ട് നോ. ഇനി അതിന്റെ ബാക്കിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, അപ്പൊ അത് എനിക്ക് അത്ര വലിയൊരു ഒപ്പീനിയൻ ഇല്ലാത്ത പെർഫ്യൂമാണ് സിംഗിൾ മോൾട്ട്. ഈ ബിയാർഡോ മൊത്തത്തിൽ എന്നെ നിരാശപ്പെടുത്തിയേക്കാണ് കഴിഞ്ഞ പ്രാവശ്യത്തില്. അതിൽ ഈ ഫ്രീഡിന്റെ 2 ഫീമെയിൽ പെർഫ്യൂംസ് തിരക്കിടില്ല. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഇത് ഡെൻവറിന്റെ ഹാമിൽട്ടൺ പ്രൈഡ്. സോ ഇത് നല്ലതാണ്. ഇത് നമ്മുടെ മോൺബ്ലോങ് ലെജൻഡിന്റെ ഒരു ഇൻസ്പയർഡ് വേർഷൻ ആണ്. ഇത് തിരക്കിടില്ലാത്ത ഒരു പെർഫോമൻസ് തരുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. സോ ഇതും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയതാണ്. ഇനി ഇവിടെ കുറച്ച് ആൾക്കാർ കാണാതെ ഇരിക്കുന്നുണ്ട്. സോ ദിസ് വൺ ഈസ് സ്റ്റുഡിയോ വെസ്റ്റ് 119 ബാലി. ഇതിപ്പോ ബോട്ടിൽ മാറിയിട്ടുണ്ട്. ഇത് ഫ്രാഗ്രൻസ് വൈസ് ദിസ് ഈസ് ഗുഡ്, പെർഫോമൻസ് വളരെ 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 മോശമാണ്. സോ ഫ്രാഗ്രൻസ് മാത്രം നോക്കിയിട്ട് നിങ്ങൾക്ക് ബ്ലൂ ഡിഷനൈലിന്റെ നല്ലൊരു ഡയറക്റ്റ് ക്ലോൺ വേണമെന്നുണ്ടെങ്കിൽ ഫ്രാഗ്രൻസ് മാത്രം നോക്കി കൺസിഡർ ചെയ്യാൻ പറ്റിയതാണ് 119 ബാലി. സോ നെക്സ്റ്റ് വൺ ഈസ് റെയിൻ ഡ്രോപ്സ്, ഇബ റെയിൻ ഡ്രോപ്സ്.
ഇത് ഡേവിഡ് ഓഫ് കൂൾ വാട്ടറിന്റെ വുമൺ പെർഫ്യൂമിനെ ഇൻസ്പയർഡ് ആയിട്ടുള്ളതാണ്. ഇതാണ് സാധനം. ഇതെനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരു ഫ്രാഗ്രൻസ് ആണ്. അതിന് എനിക്ക് എന്റേതായ ഒരു റീസൺ ഉണ്ട്. ആ റീസൺ ഞാൻ പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. കാരണം അത് പറയുമ്പോൾ എന്താ പറയാ, അതിലൊരു മോശമുണ്ട്. അതെന്തുകൊണ്ടാണെന്നുള്ളത് ഓക്കെ, അത് ഭയങ്കര കോമൺ ആണ്. നമ്മൾ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റിയ ഒരു ഫ്രാഗ്രൻസ് ആണ് ഈ ഡേവിഡ് ഓഫ് കൂൾ വാട്ടറിന്റെ വിമന്റെ ഫ്രാഗ്രൻസ്. എനിക്ക് പേഴ്സണലി ചില സാധനങ്ങൾ നമ്മൾ ചീപ്പ് സ്മെല്ല് എന്ന് പറയൂലേ, അതാണ് എനിക്ക് അത് സ്നിഫ് ചെയ്യുമ്പോൾ കിട്ടാറുള്ളത്. ഒരു ചീപ്നെസ് ആണ് അതിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. സോ അതുകൊണ്ട് ഞാൻ അത് പേഴ്സണലി ഇഷ്ടമില്ലാത്ത ഒരു സാധനമാണ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഇസ് ഹെവൻലി വുഡ്സ്. ഇത് ഞാൻ വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചു പോയതാണ്, ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ചെയ്തിട്ടില്ല. ഇതിന്റെ ബോട്ടിലാണ് നല്ല ശരിക്കും പറഞ്ഞാൽ ഒരു ഡിസൈനർ പെർഫ്യൂമിന്റെ ഒരു മിനിയേച്ചറിന്റെ പോലെ ഉണ്ട് കണ്ടാൽ. സോ ആ കാര്യത്തിലൊക്കെ ഇവര് അടിപൊളിയാണ്. ഹെവൻലി വുഡ്സ് നിങ്ങൾ ഈ ഒരു ബോട്ടിലിന്റെ ലുക്ക് കണ്ടിട്ട് വാങ്ങിച്ചോളൂ. പെർഫോമൻസ് ഡീസന്റ് എന്ന് പറയാൻ പറ്റിയതാണ്. സോ നെക്സ്റ്റ് വൺ റാംസൺസിന്റെ യോർ ലവ്ലി. ഇതെനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂമാണ്. ഇതൊരു ഫീമെയിൽ പെർഫ്യൂമാണ്, ചെറിയ ക്യൂട്ട് ആയിട്ടുള്ള പെർഫ്യൂം. സോ ഇത് വളരെ നല്ല ഫ്രാഗ്രൻസ് ആണ്. നല്ല പ്ലീസിങ് ആയിട്ടുള്ള ഒരു പിങ്ക് വൈബാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. അത്യാവശ്യം നിൽക്കുന്നുണ്ട്, ചെറിയ പ്രൈസിന് അത്യാവശ്യം നിൽക്കുന്ന ഒരു പെർഫ്യൂമാണിത്. നിങ്ങൾക്ക് 500 റുപ്പീസിനുള്ളിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയതാണ്. സോ നെക്സ്റ്റ് വൺ വളരെ പോപ്പുലർ ആയിട്ടുള്ള പാർക്ക് അവന്യൂ ഗുഡ് മോർണിംഗ് എറ്റേണിറ്റി. ഇതും 500 റുപ്പീസിനുള്ളിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയതാണ്. ഇത് മിന്ത്ര, ഞാൻ പറഞ്ഞു മിന്ത്ര നമ്മളെ ഈ ഷോപ്പിങ്ങിന് അഡിക്റ്റ് ആക്കുന്ന ചില പരിപാടികൾ മിന്ത്ര ചെയ്യും. ഇത് ജസ്റ്റ് 130 റുപ്പീസിനാണ് മിന്ത്ര ഇത് ഫ്രീ ഡെലിവറിയിൽ തന്നത് ഈ സാധനം. ഇതിന്റെ MRP വരുന്നത് 349 ആണ്. സോ അതിന്റെ പകുതി പോലും പ്രൈസ് ഇല്ലാതെ അവർ ഈ സാധനം അന്ന് ഒരു ഓഫറിൽ കിട്ടിയതാണ്. സോ ആ ഒരു പ്രൈസ്, ഈവൻ ഇത് 250 ആണെങ്കിലും ദിസ് ഈസ് വർത്ത്. ഇത് നല്ല ഫ്രാഗ്രൻസ് ആണ്. ഇത് റോക്കാസ് ഫോർ മെൻ എന്ന പെർഫ്യൂമിന്റെ ഇൻസ്പയർഡ് വേർഷൻ ആണ് ഈ ഒരു പാർക്ക് അവന്യൂ ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് വൺ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തു പോയ നമ്മുടെ ബ്ലാക്ക് റോക്ക്. ഇത് ഇനിയിപ്പോൾ തുറന്നെടുക്കുക പണിയാണ് റിയാന്റെ. നിങ്ങൾക്ക് 500 റുപ്പീസിനുള്ളിൽ നല്ല ഒരു ബോക്സും നല്ലൊരു പെർഫ്യൂമും അത്യാവശ്യം പെർഫോമൻസ് നോക്കുന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയതാണത്. ഡെഫിനറ്റ് ആയിട്ട് വാങ്ങിക്കോളൂ. എനിക്ക് ഇഷ്ടപ്പെട്ട ഈ അടുത്തിടെ വാങ്ങിയതിൽ ഇഷ്ടപ്പെട്ട ഒരു ഫ്രാഗ്രൻസ് കൂടിയാണത്. ഓക്കെ, സോ ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനിയിപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പോണില്ല. ഇനി ബിയാഡോ വീണ്ടും ഓൾറെഡി വീഡിയോ ചെയ്തു. ഞാൻ പറഞ്ഞു തീരെ നിൽക്കൂല. 5 മിനിറ്റ്സ് ആണ് പ്രൊജക്ഷൻ ഉള്ളത്. 15 to 20 മിനിറ്റ്സ് ലാസ്റ്റ് ചെയ്യും. വെറുതെ ക്യാഷ് കളയണ്ട. ഓക്കെ, നമുക്ക് കമ്പനീനോട് ശത്രുത ഉണ്ടായിട്ടില്ല, തരുന്നതിൽ എന്തെങ്കിലുമൊക്കെ വേണ്ടേ. നെക്സ്റ്റ് വൺ ഈസ് എൻഗേജിന്റെ ഈ മൊമെന്റ്സ്. ഇതും ഞാൻ വീഡിയോ ചെയ്തതാണ്. വളരെ പ്ലീസിംഗ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്. ഇത് പക്ഷേ എല്ലാ സമയത്തും ഈ ഒരു പ്രൈസിന് കിട്ടുന്നില്ല. കിട്ടുന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്തോളൂ. ഇതിപ്പോൾ തുറന്നു കഴിഞ്ഞാൽ ഇതിനുള്ളിൽ കുറെ ബോക്സ് തുറക്കാനുണ്ട്. അപ്പൊ ഇതും എന്താ പറയാ, എൻഗേജ് ഇതിന് എന്തോ ഒരു പേരുണ്ടായിരുന്നു പെർഫ്യൂമിന്, തുറക്കാൻ ആവശ്യമില്ല. ഓക്കെ, ഞാൻ തുറന്ന് കാണിക്കാം. ഇതായിരുന്നു പെർഫ്യൂം എൻഗേജ് മാൻ ഹോം. നല്ല പെർഫ്യൂമാണ്, നല്ല ഒരു ഫ്രഷ്നെസ് നൽകുന്ന പെർഫ്യൂമാണ്. ഓക്കെ, സോ അത് ആ ഒരു പ്രൈസിന് വർത്താണ്. ഞാൻ 200 ചേഞ്ചിന് എന്തോണ് വാങ്ങിയത്. നെക്സ്റ്റ് വൺ ഇസ് എൻവിൻ്റെതാണ്. എൻവി ഇങ്ങനെ ഒരു ബോക്സ് ഇറക്കിയിട്ടുണ്ട്. ഇതായിരുന്നു യൂത്ത് ലക്ഷറി, ബ്രേവ്, വിവിഡ്, എലഗന്റ്. ഇതൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തു പോയതാണ്. ഇതൊന്നും തന്നെ എനിക്ക് വലിയൊരു എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയില്ല. ഞാൻ ലിക്വറിന്റെ നെയിംസ് കമ്പനികൾ കൊടുക്കും എന്ന് പറഞ്ഞ പോലെ ഞാൻ കണ്ട വേറൊരു ട്രെൻഡാണ് ഇങ്ങനെ ഒന്നിച്ച് കുറെ പെർഫ്യൂംസ് ഇറക്കുക. ഓൾറെഡി ഇവിടെ ഞാൻ നമ്മുടെ ലാൻഡ്മാർക്കിന്റെ മാക്സിന്റെ ഒരെണ്ണം കാണിച്ചു. വേറെയും കുറച്ചെണ്ണം ഇതിലിരിക്കുന്നുണ്ട്. ചിലത് ഞാൻ പേർപ്പസ്ഫുള്ളി മാറ്റി വെച്ചതുണ്ട്. അതേതായിരുന്നു വെച്ചാല് വൈൽഡ് സ്റ്റോണിന്റെ ഒരെണ്ണം ഉണ്ടായിരുന്നു, അമോ എന്നൊക്കെ പറഞ്ഞ ഒരെണ്ണമുള്ള. അതെനിക്ക് തീരെ പിടിക്കാത്ത പെർഫ്യൂംസ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനെതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് ബെർഗമോട്ട് ബ്യൂട്ടി ടക്സ്. ചെറിയ പ്രൈസിന് വളരെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള പെർഫ്യൂമാണ് ടക്സ്. ഇത് ഞാൻ ഓൾറെഡി വീഡിയോയും കമ്പാരിസൺ ഒക്കെ ചെയ്തതാണ്. ഇത് നമ്മുടെ ഡിയോ സവാഷ് എലിക്സിറിന്റെ ഇൻസ്പയർഡ് വേർഷൻ ആണ്. എലിക്സിർ എന്ന് പറയുമ്പോൾ ഒരു ഇത്തിരി എൽഡർലി വൈബാണ്. കുറച്ചുകൂടി ഒരു ഏജുള്ള ആൾക്കാർ, ഒരു 50+ ഒക്കെ ഏജ് ഉള്ളവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയതാണ്. അല്ലെങ്കിൽ ഒരു പാർട്ടി യൂസിനൊക്കെ പറ്റിയ, അല്ലെങ്കിൽ ഭയങ്കര ഒരു ബോൾഡ് ആൻഡ് മെച്ചോർഡ് ആയിട്ട് നടക്കുന്ന ആൾക്കാർക്ക് പറ്റിയതാണ്. സോ അങ്ങനെയുള്ളവർ ഒരു ഇത്തിരി സ്മോക്കി ആയിട്ടുള്ള സ്മെല്ല് നോക്കുന്നവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയതാണ് ടക്സ്. ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്, നല്ല ഫ്രാഗ്രൻസ് ആണ്. സോ
ഇത് 500 റുപ്പീസിനുള്ളിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയതാണ്. ഇത് ജെന്റിൽമാൻ ഞാൻ പറഞ്ഞു രണ്ട് ഫ്രാഗ്രൻസിന്റെ കോമ്പിനേഷൻ ആണെന്നൊക്കെ എനിക്ക് എന്റെ ഒരു ഓർമ്മ. ഇതും അതുപോലെ തന്നെ ഇതും നിങ്ങൾക്ക് ചെറിയ പ്രൈസിന് കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ്. ഈ ബർഗമോട്ട് ബ്യൂട്ടി, ഈ വനാസന്നെയാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്. എനിക്കത് നല്ലതായിട്ടാണ് ഈ കമ്പനിയുടെ പ്രൊഡക്ട്സ് തോന്നിയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് നമ്മുടെ ഓക്കെ റൊമാൻറ്റിക്, എൻചാൻഡർ റൊമാൻറ്റിക്. വലിയ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, വളരെ ചെറിയ പ്രൈസിന് കിട്ടുന്ന പെർഫ്യൂമാണ്. ഇതാണ് സാധനം. ഇത് വാങ്ങിക്കാവോ എന്ന് ചോദിച്ചാൽ വാങ്ങിക്കാം. നല്ല ഫ്രാഗ്രൻസ് ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. വളരെ പ്ലീസിംഗ് ആയിട്ടുള്ള ഒരു റോസിന്റെ ഫ്രാഗ്രൻസ് ആണ്. സോ ചെറിയ പ്രൈസ്, ഇതിന് 170 എന്തോ പ്രൈസ് കിട്ടുമ്പോൾ ആ ഒരു പ്രൈസിന് അത് വർത്താണ്. സോ നെക്സ്റ്റ് വൺ ഈസ് സുഡിയോ മാട്രിക്. സുഡിയോ ഇതിന് 299 ആണ് പ്രൈസ്. 299. സുഡിയോ വെറുതെ വാങ്ങി ക്യാഷ് കളയണ്ട, 15 മിനിറ്റ് ലാസ്റ്റ് ചെയ്യും. സോ നെക്സ്റ്റ് വൺ ഈസ് ഇത് ആൻഡ് മറ്റേ അനിത ഡോങ്ലേന്റെ അനിറ്റ ഡോങ്ലേൻ ഞാൻ തോന്നുന്ന പേര്, ഇനി ഞാൻ തെറ്റി വായിച്ചൊന്നും അറിയില്ല. എന്തായാലും അവരുടെ ബ്രാൻഡാണ്. സോ അത് അജ്മൽ മാനുഫാക്ചർ ചെയ്തതാണ്. ഫ്രാഗ്രൻസ് ഈസ് ഗുഡ് ബട്ട് ഒട്ടും പെർഫോമൻസ് ഇല്ല. അപ്പോൾ അതും ഞാൻ സ്കിപ്പ് ചെയ്യാണ്. സോ നെക്സ്റ്റ് ഇവിടെ ഉള്ളത് വീണ്ടും സുഡിയോ ആണ്, അതും സ്കിപ്പ് ചെയ്യാണ്. ഇതും സുഡിയോ ലാസ് വെഗാസ്, അതും സ്കിപ്പ് ചെയ്യാണ്. എടുക്കണ്ട, വെറുതെ ക്യാഷ് കളയണ്ട. എൻ വി ഡാർക്ക് സ്കിപ്പ് ചെയ്തോളൂ, വാങ്ങിക്കണ്ട. NV നോവ സ്കിപ്പ് ചെയ്തോളൂ, അതും വാങ്ങിക്കണ്ട. ഫെയറി അതും വാങ്ങിക്കണ്ട, നോട്ട് ഗുഡ്. ദിസ് ഈസ് ഫൈൻ. ഇത് 200 റുപ്പീസിന് 100 ml ഉണ്ട്. നല്ല ഫ്രാഗ്രൻസോട് അത്യാവശ്യം പെർഫോമൻസും കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റിയതാണ്. സെറ്റ് വെറ്റിന്റെ സിഗ്നേച്ചർ ഫയർ, നല്ല ഫ്രാഗ്രൻസ് ആണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് ഫോഗിന്റെ സാർ DNG the One ഇൻസ്പയർഡ് വേർഷൻ. ഇതും നല്ല ഫ്രാഗ്രൻസ് ആണ്, ചെറിയ പ്രൈസിന്. ഇതിന് എനിക്ക് തോന്നുന്നു 170 ആണ് ഇതിന്റെ പ്രൈസ്. ബട്ട് നമുക്കതൊരു 140 ആ ഒരു റേഞ്ചിലൊക്കെ കിട്ടുന്നുണ്ട്. ഇത് ഓഫ്ലൈൻ ആയിട്ടാണ് വാങ്ങിക്കാൻ പറ്റുക. സോ അത് വാങ്ങിച്ചോളൂ, നല്ലതാണ്. നെക്സ്റ്റ് വൺ ഈസ് വൈൽഡ് സ്റ്റോൺ കോഡ് നോവ. ഇത് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്ത ഒരു പെർഫ്യൂമാണ്. ചെറിയ പ്രൈസിന് അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണത്. ഇത് ടോം ഫോർഡിന്റെ ഒരു ഇൻസ്പയർഡ് ആണ്. അത് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തുകൊണ്ട് ഇനി ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ചെറിയ പ്രൈസിന് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയതാണ്. സോ ദിസ് വൺ ഈസ് ദ മാൻ കമ്പനി കോപ്പർ. ഇതും നല്ലതാണ്. ചെറിയ പ്രൈസിന് ക്രീഡ് അവന്റസിന്റെ ഒരു ഇൻസ്പയർഡ് വേർഷൻ, അത്യാവശ്യം ഫ്രാഗ്രൻസ് നിൽക്കുന്നുണ്ട്. ഇത് അതേപോലെ ക്രീഡ് അവന്റസിന്റെതാണ് ഫ്രാഞ്ചസെൻസിന്റെ റീചാർജ്. ഇതും നല്ലത് തന്നെയാണ്. 200 ചേഞ്ചിനൊക്കെ കിട്ടുന്നുണ്ട്. ചില സമയത്ത് എനിക്ക് തോന്നുന്നു 150 അങ്ങനെയൊക്കെ വരുന്നുണ്ട് ഈ പെർഫ്യൂം. ഇത് ചെറിയ പ്രൈസിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ അത്യാവശ്യം പെർഫോം ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. സോ അതും നല്ലത് തന്നെയാണ്. നെക്സ്റ്റ് വൺ ഈസ് ദ മാൻ കമ്പനി ബ്ലാക്ക്. എനിക്കത് പേഴ്സണലി ഈ ഒരു പ്രോബസ്, ഇത് രണ്ടും ഒരേ ഫ്രാഗ്രൻസ് ആണ്. ഇത് രണ്ടും ഫേവറേറ്റ് ഓഫ് കൂൾ വാട്ടറിനെ ഇൻസ്പയർഡ് ആണ്. ബട്ട് ഈ ഒരു ബ്ലാക്ക് ആണ് എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയത്. ഇത് EDT കോൺസെൻട്രേഷൻ ആണ്. ഇതും EDT തന്നെയാണ്. ബട്ട് എന്തുകൊണ്ട് അതിനേക്കാളും എനിക്കിത് നല്ലതായിട്ട് തോന്നി. പക്ഷെ ഒരുപാട് പേര് ഇത് വാങ്ങിയിട്ട് നിരാശരായവരുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ ഒരു ഒപ്പീനിയനിൽ എനിക്കിത് നല്ലത് എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഇത് രണ്ട് ഒപ്പീനിയൻ ഉണ്ട്. പിന്നെ ഞാനിത് വാങ്ങിയിട്ട് കുറച്ച് നാളായി, എന്തായാലും ഒരു 1.5 വർഷക്കായി. പിന്നീട് അവരെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ആ ഒരു സമയത്ത് എനിക്കിത് കിട്ടിയപ്പോൾ ഇത് നല്ലതായിരുന്നു. സോ അതുകൊണ്ട് ഇത് നിങ്ങളുടെ ഒരു ചോയ്സിന്, ഇതിപ്പോ മാൻ കമ്പനി ഓഫ്ലൈൻ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് ട്രൈ ചെയ്തിട്ട് എടുത്തോളൂ. സോ നെക്സ്റ്റ് വൺ ബിയാഡോ. വീണ്ടും ബിയാഡോ മറൈനർ ഡോൺ. ഇത് രണ്ടും നല്ല ഫ്രാഗ്രൻസുകളാണ്. ബട്ട് പെർഫോമൻസ് വൈസ് ഇറ്റ്സ് ആർ നോട്ട് ഗുഡ്. സോ വെറുതെ കൺസിഡർ ചെയ്യേണ്ട. സോ നെക്സ്റ്റ് വൺ ഈസ് വൈൽഡ് സ്റ്റോൺ കോട്ട്. ഓക്കെ, അതിന്റെ കൂടെ കിട്ടിയതാണ് ഈ നോവ. അപ്പൊ അതുകൊണ്ട് അത് ഇനി ഞാൻ സ്കിപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് വൺ ഈസ് ഐസ് ആണ്. സെറ്റ് വെറ്റിന്റെ സിഗ്നേച്ചർ ഐസ്. ഇതും ചെറിയ പ്രൈസിന് കൺസിഡർ ചെയ്യാൻ പറ്റിയ. ഇത് 200 ചേഞ്ചിനൊക്കെ 100 ml കിട്ടുന്നുണ്ട്. ഇനിയിപ്പോ ഇതിന്റെയൊക്കെ ബോക്സ് അല്ല ബോട്ടിൽ എങ്ങനെ ഉണ്ട് എന്നുള്ളത് ചിലർക്ക് അറിയാൻ ആഗ്രഹമുണ്ടാവും. ഇതൊക്കെ ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടാണ് വീണ്ടും കാണിക്കുന്നത്. ഇതാണ് സാധനം. ഇത് 200 റുപ്പീസിന് കിട്ടുന്ന ഒരു 100 ml പെർഫ്യൂമാണ്. സോ ഇത് ആ ഒരു പ്രൈസിന് വേർത്താണെന്ന് മാത്രമല്ല, തിരക്കിടില്ലാത്തൊരു പെർഫോമൻസും ഈ ഒരു പ്രൊഡക്റ്റിന് തരാൻ പറ്റുന്നുണ്ട്. സോ അത് നിങ്ങൾ കൺസിഡർ ചെയ്തു. നെക്സ്റ്റ് വൺ ഈസ് നമ്മുടെ മിന്ത്രന്റെ സ്വന്തം മസ്റ്റ് ആൻഡ് ഹാർബർ എക്കോ. പേരിൽ എക്കോ ഉണ്ട്. ഇനി ഇത് തുറക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് പണിയാണ്. ബോട്ടിൽ കണ്ടാൽ എക്കോ DGO ആണ്. ബട്ട് ഫ്രാഗ്രൻസ് ഇത് ക്രീഡ് അവന്റസ് ആണ്. നല്ല അടിപൊളി ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്രീഡ് അവന്റസിന്റെ ഫ്രാഗ്രൻസും വെച്ചിട്ടുണ്ട്. ഫ്രാഗ്രൻസ് ഒക്കെ നല്ലത് തന്നെയാണ്. ബട്ട് പെർഫോമൻസ് വൈസ് അത്ര അധികം പെർഫോം ചെയ്യുന്നില്ല. സോ നിങ്ങൾക്ക് എങ്ങനെ ബോട്ടിലൊക്കെ ഇഷ്ടപ്പെട്ടു? എക്കോ DGOന്റെ ഒരു ബോട്ടിലൊക്കെ നോക്കുന്നത്
ഉണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്തോളൂ, ആ ഒരു കാര്യത്തിൽ മാത്രം. സോ ലാസ്റ്റ് വൺ ഈസ് സോഫ്റ്റ്. അൽറിഹാബിന്റെ സോഫ്റ്റ് 360 റുപ്പീസിന് ഡെഫിനറ്റ് ആയിട്ടും നമുക്കൊരു 6+ hours നിൽക്കുന്ന ഒരു പെർഫ്യൂം, സെർജോഫിന്റെ ഏതായിരുന്നു ഒരു സെർജോഫിന്റെ ലിറ പെർഫ്യൂമിനെ ഇൻസ്പയർഡ്. കുറെ പെർഫ്യൂംസ് പറയുമ്പോൾ ചിലതൊക്കെ ഓർമ്മ കിട്ടുന്നില്ല ഏതിൻ്റെയൊക്കെയാണെന്നുള്ളത്. ഓക്കെ, സോ ലാസ്റ്റ് ബ്ലാങ്കോ. ഇതിൽ ഞാൻ അവിടെ അങ്ങനെ വെച്ചേക്കാണ്, എന്തെങ്കിലും ഒരിക്കൽ എടുത്തിട്ട് വീഡിയോ ചെയ്യാറ്. പെർഫ്യൂമാണ്, ഹൈ കോൺസെൻട്രേഷൻ ഉള്ളതാണ്, കണ്ട അങ്ങനെ നിരന്ന് നിൽക്കുന്നത്. ഇത് എൻ്റെ ഒപ്പീനിയനിൽ വെറുതെ വാങ്ങി ക്യാഷ് കളയണ്ട, എനിക്കത് നല്ലതായിട്ട് തോന്നിയിട്ടേ ഇല്ല. സോ ഇപ്പൊ അറൌണ്ട് 60 പെർഫ്യൂംസ് ഞാനിപ്പോ വീഡിയോയിൽ പറഞ്ഞു. അപ്പോ എന്തായാലും 1-2 കാര്യം കൂടി പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യാം. സോ കഴിഞ്ഞ തവണ നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ ടൈറ്റന്റെ പെർഫ്യൂംസ് ഒക്കെ നമുക്ക് 400 റുപ്പീസിനൊക്കെ കിട്ടിയിരുന്നു. ഇപ്പൊ ടൈറ്റന്റെ ഒക്കെ പ്രൈസ് കൂടി. മാത്രമല്ല ഡിസൈനർ പെർഫ്യൂംസ് ജാഗോർ, ഡേവിഡ് ബെക്കാം, പിന്നെ UDV, റവല്യൂഷണറി, മേക്കപ്പ് റവല്യൂഷൻ ലണ്ടൻ, ഇങ്ങനെയുള്ള പെർഫ്യൂം ബ്രാൻഡുകളിലൊക്കെ പെർഫ്യൂംസ് നമുക്ക് 500-നുള്ളിൽ വാങ്ങിക്കാൻ പറ്റിയിരുന്നു നേരത്തെ. പക്ഷെ അതൊന്നും ഇപ്പൊ കിട്ടുന്നില്ല. ഇപ്പൊ പ്രൈസ് വളരെയധികം കൂടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതുപോലെ ഇന്ത്യൻ ബ്രാൻഡ്സിലോട്ട്, ഇവിടെ 1-2 ഞാൻ ഫോറിൻ കമ്പനീസ് കാണിച്ചുള്ളൂ, ഈ മൈ പെർഫ്യൂംസും പിന്നെ റെവ്ലോണും പിന്നെ അവിടെ വേറെ ഏതോ ഒരു കമ്പനി അൽറിഹാബും. ഇത്രയും ഈ 3 കമ്പനികളെ ഇപ്പൊ നമുക്ക് ഒരു 500-നുള്ളിൽ ഇങ്ങനെ കാണുന്നുള്ളൂ. പിന്നെ മൈ പെർഫ്യൂംസിന് ഞാൻ റീസെന്റ് ഒരു ഷോർട്സിൽ കാണിച്ചത്, അതൊന്നും അത്രയധികം പെർഫോം ചെയ്യണില്ല. സോ പെർഫോം ചെയ്യുന്നതിൽ ഇത്രേ ഞാനിപ്പോ കണ്ടോളൂ. സോ എന്റെ ഒരു ഒപ്പീനിയനിൽ ഞാൻ വീഡിയോ കൺക്ലൂഡ് ചെയ്യാണ്. ഇന്ത്യൻ പെർഫ്യൂംസ് അല്ല, നിങ്ങൾ ഡിസൈനർ ഗ്രേഡുകൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ മൈ പെർഫ്യൂംസിന്റെ ഒക്കെ ചെറിയ സാധനങ്ങൾ, ഓയിൽസ് ഒക്കെ കിട്ടുന്നത് ലാസ്റ്റ് ചെയ്ത് നോക്കി. എല്ലാതും ലാസ്റ്റ് ചെയ്യില്ല കേട്ടോ. ഞാൻ ഓൾറെഡി പലതും വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു കോൺസെൻട്രേറ്റഡ് പെർഫ്യൂം ഓയിൽ എന്ന് പറഞ്ഞിട്ട് അതിൽ DPG വെച്ചിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അത് ലാസ്റ്റ് ചെയ്യാത്ത പെർഫ്യൂം ഓയിൽസ് ഉണ്ട്, ഞാൻ വീഡിയോയിൽ പറഞ്ഞു പോയതാണ്. സോ അതല്ലാതെ ഇതുപോലത്തെ പോപ്പുലർ ആയിട്ടുള്ള പെർഫ്യൂംസിന്റെ ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതുപോലത്തെ നോക്കിക്കോളും. അല്ലെങ്കിൽ അൽറിഹാബ് നോക്കിക്കോളൂ. അൽറിഹാബ് സിൽവർ, അൽഫാരിസ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ചെറിയ പ്രൈസേ ഉള്ളൂ. ചെൽസി, ഇത്തരം പെർഫ്യൂംസ് അപ്പിയറൻസും കാര്യങ്ങളൊന്നും അത്ര അധികം ഇല്ല. ബട്ട് നമ്മൾ ഭയങ്കര എക്സ്ട്രീം അപ്പിയറൻസ് ഒക്കെ നോക്കിയിട്ട് ആ സാധനം പ്രൊജക്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ പെർഫോം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിലെന്താ കാര്യമുള്ളത്? സോ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാല്, കഴിഞ്ഞ തവണ നമുക്ക് വീഡിയോ ചെയ്യാൻ കുറച്ചുകൂടി ഈസിയർ ആയിരുന്നു. കാരണം ചില പ്രൊഡക്റ്റുകൾ നമ്മളെ വൈൽഡ് സ്റ്റോൺ എഡ്ജ് ഒക്കെ പോലത്തെ, ഇത് പറഞ്ഞാൽ അത് ഉറപ്പാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അങ്ങനെ നമുക്ക് ഇവിടെ ഇത്തവണ നമുക്ക് പറയാൻ പെർഫ്യൂംസ് ഇല്ല. സത്യത്തില് ഞാൻ ഇത്രയും നോക്കിയതിൽ സാറ്റിസ്ഫൈഡ് ആയ ഏതാനും ചില ബ്രാൻഡുകളുള്ളൂ. ഒട്ടും നിരാശരാക്കാത്ത ബ്രാൻഡ് ഒന്ന് ഡെൻവർ തന്നെയാണ്. ഈ വനേസന്റെ പ്രൊഡക്റ്റുകൾ എനിക്ക് പൊതുവെ നല്ലതായിട്ടാണ് തോന്നാറുള്ളത്. വനേസന്റെ ആണ് ഡെൻവറും പിന്നെ ഈ എന്തായിരുന്നു ഈ ജെന്റിൽമാനൊക്കെ ഇറക്കി അതും, പിന്നെ ഈ NV, അതിലെ NV ആണ് കുറച്ച് മോശമായത്. പിന്നെ ഈ വനേസന്റെ ഈ വനേസ എന്ന് പറയുന്ന പ്രൊഡക്ട്സും പിന്നെ നമ്മുടെ ഫ്രഞ്ച് എസൻസ്, ഇതെല്ലാം വനേസന്റേതാണ്. അതിൽ ആ NV സീരീസ് ഒഴികെ ബാക്കിയുള്ളതൊക്കെ എനിക്ക് നല്ലതായിട്ട് തന്നെയാണ് തോന്നിയത്. സോ സെറ്റ് വെറ്റാണ് നമ്മളെ അത്ഭുതപ്പെടുത്തിയത്. 200 റുപ്പീസിന് നമുക്ക് 100 ml പെർഫ്യൂംസ് തന്നത്. നിരാശപ്പെടുത്തിയ വലിയൊരു കമ്പനി ഒന്ന് ബിയാർഡോ ആണ്. ബിയാർഡോ എനിക്ക് ഒട്ടും നല്ലതായിട്ട് തോന്നിയില്ല ഇപ്പൊ പുതിയതായിട്ട് വന്ന പ്രൊഡക്റ്റുകൾ. അതുപോലെ തന്നെ നമ്മളെ വൈൽഡ് സ്റ്റോൺ, പൊതുവെ നമ്മൾ വൈൽഡ് സ്റ്റോൺ പറയാറുള്ളത് ചെറിയ പ്രൈസിന് നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ എന്നാണ്. വൈൽഡ് സ്റ്റോൺ നമുക്ക് ഒരു 50-50 മാർക്ക് കൊടുക്കാം. ചില പ്രൊഡക്റ്റുകൾ നല്ലതാണ്, ചിലത് അവര് ഇൻസ്പയർ ചെയ്തത് വേണ്ടത്ര നന്നായില്ല. അപ്പോ എന്താ പറയാ, മൊത്തത്തില് ഇന്ത്യൻ പെർഫ്യൂംസിൽ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഡെൻവറും വൈൽഡ് സ്റ്റോണും പിന്നെ ഈ വനേസന്റെ പ്രൊഡക്റ്റുകളും കൺസിഡർ ചെയ്തോളൂ. ഡെൻവറും വനേസനും ഒക്കെ ഒന്ന് തന്നെയാണ്, മാനുഫാക്ചറിങ് ഒന്നാണ്. ഓക്കെ, ബാക്കിയുള്ളതൊന്നും എനിക്ക് അത്ര ഒരു നല്ലതായിട്ട് തോന്നി. സ്റ്റുഡിയോന്റെ ഒന്നും വെറുതെ ക്യാഷ് കളയാൻ നിൽക്കണ്ട, പിന്നെ അതൊന്നും അധികം നിൽക്കുന്നുമില്ല. അപ്പൊ എന്തായാലും ഈ വീഡിയോ കുറച്ച് ലെങ്തിയർ ആയിട്ടുണ്ടാവും. പിന്നെ ഇതിലുള്ള ഒരുപാട് പെർഫ്യൂംസ് ഞാൻ റിവ്യൂ ചെയ്യാത്ത പ്രൊഡക്റ്റുകളാണ്. എന്തായാലും ഓരോന്നായിട്ട് റിവ്യൂ ചെയ്യാം. സോ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. ഭയങ്കര ലെങ്തിയർ ആയിട്ടുള്ള വീഡിയോ ആണ്, എന്താ പറയാ, ക്ഷമിക്കുക, വേറെ ഒന്നും പറയാനില്ല. ഇനിയിപ്പോൾ അതിനേക്കാളും വലിയൊരു പണി ഈ സാധനങ്ങൾ ഫുള്ള് തിരിച്ച് ഷെൽഫിലോട്ട് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ എനിവേസ് ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.